നമസ്കാരം. Are you affirming that you think President Trump is a fascist? I've spoken about... That's okay, you can just say okay. yes. Okay. It's easier. It's easier than explaining it. I don't mind. ആളുകളെ മനസ്സിലായല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി എന്ന ഈ പുതിയ കാലത്തെ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്കും അവരുടെ പുതിയ കാലത്തെ ബാപ്പ എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാവുന്ന വ്യക്തിയാണ്. അവർ കുറച്ചു കാലമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ന്യൂയോർക്കിൻ്റെ മേയർ മാത്രമാണ് ഈ മഹാൻ. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രിമാർ എന്ന പോലെ അവിടുത്തെ ഭരണം, സംസ്ഥാനങ്ങളുടെ ഭരണം ഗവർണർമാരാണ്. അതിനും താഴെയാണ് ഒരു മേയർ വരുന്നത്. ഒരു മേയറുടെ അധികാര പരിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കാം. ആര്യ രാജേന്ദ്രൻ എന്താണ് അവരുടെ അധികാരപരിധി? ഒരു നഗരത്തിൽ മാത്രമാണ്, അല്ലാതെ ഒരു തിരുവനന്തപുരം ജില്ലയുടെ പോലും അധികാരം അവരുടെ കീഴിൽ വരുന്നില്ല. അതുപോലെ 100ഓളം അല്ലെങ്കിൽ 100ന് മുകളിലോളം ഇന്ത്യയിൽ മേയർമാരുണ്ട്. കാരണം ശരാശരി ഒരു സംസ്ഥാനത്ത് 4 മേയറെങ്കിലും വെച്ച് കാണും ശരാശരി, നമുക്കറിയാം. അപ്പോൾ അതാണ് അവരുടെ അധികാരത്തിൻ്റെ പരിധി വെച്ച് നോക്കുമ്പോൾ. പ്രധാനമന്ത്രി അതും കഴിഞ്ഞിട്ട് എത്രയോ പടികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മേയറുടെ സ്ഥാനം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മേയർ സ്ഥാനം അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഈ മഹാൻ നേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ എത്ര ദിവസമാണ് ഇത് വലിയ ചർച്ചയാക്കിയത് എന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം ഇയാൾ അങ്ങ് പോയിട്ട് ട്രംപിനെ അങ്ങ് മലർത്തി അടിച്ച് കളയും എന്നൊക്കെയായിരുന്നു ഇവന്മാർ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും മധൂതി ചാനൽ നോക്കിയാലും അതുപോലെ തന്നെ മാധ്യമം അവരുടെ ചാനൽ നോക്കിയാലും അതിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ നോക്കിയാലും നമുക്ക് അത്ഭുതം വരും. ഇവന്മാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോൾ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ കാഴ്ചയിൽ തന്നെ ഈ മംദാനിയുടെ ശരീരഭാഷ നോക്കുക. അമേരിക്കയിലെ ഒരു സാധാരണ ഒരു പൗരൻ പോലും മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് സംബോധന ചെയ്യുന്നത്. അവർക്ക് പ്രശ്നമില്ല, അങ്ങനെ തന്നെ സംബോധന ചെയ്യാം. പക്ഷേ ആ സ്ഥാനത്ത് മംദാനി അവിടെ സാർ 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 എന്ന് പറഞ്ഞ് മെഴുകുകയാണ്. അവിടെ ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പോഴും ട്രംപ് ഫാസിസ്റ്റ് തന്നെയാണോ നിങ്ങളുടെ ആ കാഴ്ചപ്പാടിൽ എന്ന് ചോദിക്കുമ്പോൾ അയാൾ നിന്ന് ഇങ്ങനെ വരികയാണ്, നിന്ന് മെഴുകുകയാണ് അയാൾ സാർ സാർ എന്ന് പറഞ്ഞേ. ഈയിടെ ഇത് മനസ്സിലായപ്പോൾ ട്രംപ് പറഞ്ഞ് സാരമില്ല മോനെ, നീ അതേന്ന് തന്നെ പറഞ്ഞോ, അല്ലെങ്കിൽ നിൻ്റെ ഫാൻസിന് വിഷമാവത്തില്ലേ, നീ അതേന്ന് തന്നെ പറഞ്ഞോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് 2 തട്ടും കൂടെ കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ മഹാൻ. അയാളുടെ ആ വിനീത വിധേയനായിട്ടുള്ള ശരീരഭാഷ നോക്കുക. ഇത്തരം ശരീരഭാഷ നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയെ കാണുമ്പോൾ മുന്നിൽ പോയി പിണറായി വിജയൻ നിൽക്കുന്നത് എങ്ങനെയാണോ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ന്യൂയോർക്ക് മേയർ അവിടെ പോയിട്ട് അമേരിക്കൻ പ്രസിഡൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു ചോട്ട സ്ഥാനം കണ്ടിട്ടാണ് ഇവിടെ കിടന്നിട്ട് ഇവന്മാർ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് എന്ന് അവർക്ക് തന്നെ ഒരു തിട്ടവും. ഇപ്പോഴും ഈ മധൂതി ചാനലും അതേപോലെ തന്നെ മാധ്യമവും സമർത്ഥിക്കാൻ നോക്കുന്നത് ഇവർ രണ്ടുപേരും എന്തോ തുല്യമായിട്ടുള്ള സ്ഥാനമാണ്. ഇതിലോടുള്ള എതിർപ്പൊക്കെ മാറ്റിവെച്ചിട്ട് സമഭാവേന സമരസപ്പെടാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് അവന്മാർ വാർത്തയും മറ്റും കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ, ചില ഈ കർക്കശക്കാരായിട്ടുള്ള സിഇഒമാർ അതുപോലെ തന്നെ മാഫിയ തലവന്മാർ അവരൊക്കെ ആരെങ്കിലും വന്ന് സംസാരിക്കുകയോ മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കില്ല. അവരിങ്ങനെ ഇരുന്നിട്ട് കൈ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ മറ്റേ ആൾക്കൊന്ന് കുനിഞ്ഞ് വന്ന് കൈ കൊടുക്കേണ്ട തരത്തിലായിരിക്കും അവരുടെ ശരീരഭാഷയും മറ്റുമൊക്കെ. കാരണം അവരുടെ മുന്നിൽ മറ്റവരൊന്ന് താഴണം, അതിനു വേണ്ടിയിട്ട് അവർ ബോധപൂർവ്വം ചെയ്യുന്നതാണ്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ട്രംപ് അവിടെ കാണിച്ചിരിക്കുന്നത്. ട്രംപ് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഇയാളെ കൊണ്ട് ചെയ്യുന്നത്. അയാൾ അങ്ങനെ നിൽക്കുകയാണ്, കൈ ഇങ്ങനെ മടക്കിയിട്ട് സർ സർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. കാരണം നമുക്കറിയാം അമേരിക്ക ഇന്ത്യയെക്കാളും വലിയ രാജ്യമാണ്. അവിടെ 50 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഓരോ സംസ്ഥാനത്തും ഓരോ ഗവർണർമാരുണ്ട്. അതിനും താഴെ മാത്രം വരുന്ന അവിടുത്തെ നഗരത്തിൻ്റെ പിതാവ്, നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ നഗരപിതാവ് അല്ലെങ്കിൽ നഗരമാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ചെറിയ സ്ഥാനം മാത്രമാണ്. അവിടെ ആ സ്ഥാനത്തിൽ അയാൾ ജയിച്ചപ്പോൾ, അതിനു മുമ്പ് അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് പോലും ഇവിടെ വാർത്തയല്ല. പക്ഷേ ഇയാൾ നരേന്ദ്രമോദിക്കെതിരെ 1-2 തവണ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. എന്താ? ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ് എങ്കിൽ അതേപോലെ തന്നെ കണക്കാക്കേണ്ട വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ഗുജറാത്ത് കലാപമൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. ആ ഒരൊറ്റ പരാമർശം കൊണ്ടാണ് അയാൾ ഇവന്മാരുടെ ബാപ്പയായത്. അതുകൊണ്ട് പിന്നെ അയാൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഇവന്മാരിങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാട് ട്രംപിനേക്കാളും വലിയ പുള്ളിയാണ് ആ മൊയന്ത്. പക്ഷേ ആ മൊയന്ത് പോയി നിൽക്കുന്നതോ പഞ്ചപുച്ഛമടക്കി. അല്ലയോ സുഡാപ്പികളെ, എപ്പോഴും നിങ്ങളോട് പറയാനുള്ള അതേ കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. മദ്രസയിൽ നിന്നിറങ്ങി വല്ല കൊള്ളാവുന്ന സ്കൂളിലും പോയി 4 അക്ഷരം പഠിക്കാൻ നോക്കൂ. അങ്ങനെയെങ്കിലും കുറച്ച് അറിവുണ്ടാവട്ടെ.